ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അരിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 സ്പൂൺ പഞ്ചസാര, 1 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടിരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ ഒരു ബാറ്റർ എടുക്കാനായിട്ട്. ഭയങ്കര തിക്കും ആവരുത്, എന്നാൽ ഭയങ്കര ലൂസും ആവരുത്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് മുകളിലിങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 1/4 മണിക്കൂർ ശേഷം ഞാൻ കുഴച്ച് വെച്ച് ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളിൽ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പൊടിയൊന്നും ഇടണ്ട. ആദ്യം കുറച്ച് പൊടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഓയിലിൻ്റെയും ഗീയുടെയും മിക്സിയിൽ അതും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. മൈദ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് ഞാൻ ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ നമ്മൾ ഓയിലിൻ്റെ മിക്സിൽ അതൊന്ന് ഇങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്താം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ അടിക്കാനായിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഈ ചപ്പാത്തി പരത്തുന്ന ആ കോലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിന്നായിട്ട് പരത്തി വെച്ചിട്ട് ജസ്റ്റ് ഒരടി കൊടുത്താൽ മതി. ജസ്റ്റ് ഒരടി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഓരോ ബോൾസും ഇതുപോലെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട, ചിലപ്പോൾ പല മാതിരിയൊക്കെ വരും. പക്ഷെ പൊറോട്ട ഉണ്ടാക്കി വന്നപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. ആരും ഒന്നും കുറ്റമൊന്നും പറഞ്ഞില്ല. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും സാധനം പൊറോട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മൈദമാവ് കുഴച്ച് വെറുതെ പത്തിരി ഉണ്ടാക്കണ പോലെയൊക്കെ ഉണ്ട് ആദ്യമൊക്കെ വന്നത്. ഇപ്പോൾ നല്ല ബെറ്ററായിട്ട് വന്നിട്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പരത്തണ വേണ്ട, ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തി കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട എൻ്റെ ആദ്യത്തെ 1-2 എണ്ണം കുറച്ച് ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റ് നല്ല നമ്മൾ വാങ്ങിക്കുന്ന പൊറോട്ട പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് കുറച്ചിരുന്ന് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ശേഷം ഒന്നുകൂടി ഇരിക്കുന്നതോടെ നമ്മൾ സോഫ്റ്റ് ആവും. അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണല്ലോ. പിന്നെ ഇത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മുൻപൊക്കെ ഞാൻ ചപ്പാത്തിയുടെ ആ ഒരു കോല് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം പരന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കണ പാന് നന്നായിട്ടുണ്ടെന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ആ പാനിൽ വെച്ച് തന്നെ വേണമെങ്കിൽ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് നമ്മൾ ചപ്പാത്തി ചൂടണ പോലെ തന്നെ ആദ്യം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം പൊറോട്ടക്ക് അറിയാമല്ലോ, അത്യാവശ്യം ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരുപാട് ഓയിലൊന്നും ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ദേ ഓരോന്നും അങ്ങനെ ചുട്ടെടുത്ത് ലാസ്റ്റ് ഇത് എല്ലാം കൂടി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കണം, എന്നാലേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉള്ളത് ഒഴിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.